നമസ്കാരം. പ്രധാന വാർത്തകൾ. ജയറാം വധക്കേസ് പ്രതികൾക്ക് ജീവപര്യന്തം തടവും ₹1,00,000 പിഴയും. മാവേലിക്കര ചിങ്ങോലി നെടിയാത്തുപുത്തൻ വീട്ടിൽ ജയറാമിനെ കൊലപ്പെടുത്തിയ കേസിൽ 2 പ്രതികൾക്കും ജീവപര്യന്തം തടവും ഓരോ ₹1,00,000 പിഴയും ശിക്ഷ നൽകിക്കൊണ്ട് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 3 ജഡ്ജി SS സീന ഉത്തരവായി. ചിങ്ങോലി 11-ാം വാർഡിൽ തറവേലിക്കകത്ത് പടിയിട്ടതിൽ ഹരികൃഷ്ണൻ, ചിങ്ങോലി 7-ാം വാർഡിൽ കലേഷ് ഭവനത്തിൽ കലേഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. പിഴത്തുക കൊല്ലപ്പെട്ട ജയറാമിന്റെ മാതാവിന് നൽകാനും പിഴ ഒടുക്കാത്ത പക്ഷം 2 വർഷം അധികം തടവനുഭവിക്കുമെന്നും വിധിന്യായത്തിൽ പറയുന്നു. 2020 ജൂലൈ 19 രാത്രി 7:30 ചിങ്ങോലി പഴയ വില്ലേജ് ഓഫീസിന് വടക്കുള്ള ബേക്കറിക്ക് മുന്നിലാണ് കൊലപാതകം നടന്നത്. ഇവിടെ നിൽക്കുകയായിരുന്ന ജയറാമിനെ ബൈക്കിലെത്തിയ സുഹൃത്തായ ഹരികൃഷ്ണൻ കത്തികൊണ്ട് ഇടതുതുടയിൽ കുത്തുകയായിരുന്നു. 2-ാം പ്രതി കലേഷ് കൊലപ്പെടുത്താനും കൃത്യത്തിന് ശേഷം രക്ഷപ്പെടുവാനും കൂട്ടുനിന്നു എന്നാണ് കേസ്. ജയറാമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കരിയിലക്കുളങ്ങര CI ആയിരുന്ന SL അനിൽകുമാർ ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഒളിവിൽ പോയ പ്രതികളെ പത്തനംതിട്ടയിലെ ബന്ധുവീടിന് സമീപത്ത് നിന്നാണ് പിടികൂടിയത്. കാൽവഴുതി കുളത്തിൽ വീണു 4 വയസ്സുകാരന് ദാരുണാന്ത്യം. ഇടുക്കി കൂവക്കണ്ടത്ത് കാൽവഴുതി കുളത്തിൽ വീണ 4 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. കൂവക്കണ്ടം സ്വദേശി വൈഷ്ണവിന്റെ മകൻ ധീരവാണ് മരിച്ചത്. വല്യമ്മയോടൊപ്പം പശുവിനെ കെട്ടാൻ പറമ്പിലേക്ക് പോയപ്പോൾ കാൽ തെന്നി കുളത്തിൽ വീഴുകയായിരുന്നു. വൈകാതെ തന്നെ കുട്ടിയെ മുങ്ങി പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് റെഡ് അലർട്ട് ഇല്ല, പകരം ഓറഞ്ച് ജാഗ്രത. സംസ്ഥാനത്ത് ഇന്ന് ഒരു ജില്ലയിലും അതിതീവ്ര മഴ മുന്നറിയിപ്പില്ല. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചു. പകരം തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം ബുധനാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലയിലും വ്യാഴാഴ്ച ഇടുക്കി, പാലക്കാട് ജില്ലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് 10 വയസ്സുകാരിയുടെ മൊഴിയെടുത്തു. കാസർഗോഡ് ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് കവർച്ച നടത്തിയ കേസിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റാണ് രഹസ്യ മൊഴിയെടുത്തത്. പെൺകുട്ടിയെ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കുകയും മൊഴിയെടുക്കുകയുമായിരുന്നു. പോലീസും പെൺകുട്ടിയിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തി. പ്രതിയെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് പോലീസ് നടപടി. അതേസമയം കേസിൽ പ്രതിയായ കുടക് സ്വദേശിയായ യുവാവിനു വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. പ്രതി കർണാടകയിൽ ഒളിവിൽ കഴിയുന്നതായാണ് വിവരം. ഗർഭസ്ഥ ശിശുവിന്റെ മരണം ആശുപത്രിയോട് റിപ്പോർട്ട് തേടി പോലീസ്. തൈക്കാട് സർക്കാർ ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ഗർഭസ്ഥ ശിശു മരിച്ചെന്ന പരാതിയിൽ തുടർ നടപടിക്ക് പോലീസ്. ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിൽ ആശുപത്രിയോട് പോലീസ് റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുക. ചികിത്സാ പിഴവ് മൂലമാണ് കുഞ്ഞു മരിച്ചതെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. കഴക്കൂട്ടം സ്വദേശി പവിത്രയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. കുഞ്ഞിന് അനക്കമില്ലെന്ന് പറഞ്ഞ് അർദ്ധരാത്രി ചികിത്സ തേടിയെത്തിയ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചെന്നായിരുന്നു പരാതി. അടുത്ത ദിവസം നടത്തിയ സ്കാനിങ്ങിൽ കുഞ്ഞു മരിച്ചതായും കണ്ടെത്തിയിരുന്നു. അതേസമയം കുഞ്ഞിന്റെ മരണകാരണം അറിയാനുള്ള നിർണായകമായ പത്തോളജിക്കൽ ഓട്ടോപ്സി ഇന്ന് നടത്തുമെന്നും അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയോട് പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിന് ശേഷം ആശുപത്രിക്കെതിരെ പോലീസിലും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിരുന്നു.